بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാളെ ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു കർമ്മമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും ജീവിതം ചിട്ടപ്പെടുത്താനും ഉതകുന്ന ഒരു മജ്ലിസായി അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മുടെ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയെന്നോണം മഹബത്ത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് വാക്കുകളിൽ ഒതുങ്ങാതെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ മഹബത്ത് യഥാർത്ഥത്തിലേക്ക് എത്തുന്നത് എന്നതിനെ കുറിച്ചാണല്ലോ തുടങ്ങി വെച്ചത്. ലി മഹബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ അകത്തും പുറത്തുമായി ധാരാളം അടയാളങ്ങൾ മേളിക്കും. ഫഇന്നമൻ അഹബ്ബ ശൈഅൻ ലഹറത് അലൈഹി ആസാറുഹു വ അലാമത്തുഹു. ഒരാളെ, ഒരു വസ്തുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ വേറൊരാളോട് ഇയാൾക്ക് പ്രേമം ഉണ്ടെന്ന് അയാളുടെ മുഖമോ അയാളുടെ ഭാവമോ അയാളുടെ രീതിയോ നിരീക്ഷിക്കുന്നയാൾക്ക് ബോധ്യമാകും. ഇല്ല, അങ്ങനെ ഒരു അടയാളവുമില്ല, ഞാൻ മുഹിബ്ബാണ്, ഞാൻ ആഷിഖാണ് എന്ന് പറയൽ മാത്രമാണെങ്കിൽ ഫലാ യകൂനു സ്വാദിഖൻ ഫീ ഹുബ്ബിഹി വകാന മുദ്ദഇയ. അവൻ്റെ മഹബത്ത് വാദത്തിലൊതുങ്ങി അവൻ്റെ ഹൃദയത്തിൽ മഹബത്ത് ഇല്ലാതെ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച ഇസ്തിക്മാലു സുന്നത്തിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുധാവനം. അതോടൊപ്പം ചേർത്തു വായിക്കേണ്ടതാണ് വത്തഅദ്ദുബു ബിആദാബിഹി ഫീ ഉസ്രിഹി വയുസ്രിഹി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച രീതിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രയാസ, സന്തോഷ, വിഷമ ഘട്ടങ്ങളിലെല്ലാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ എന്തായിരുന്നു നിലപാട് സ്വീകരിച്ചിരുന്നത് എന്ന് പഠിച്ച് നോക്കിക്കണ്ടുകൊണ്ട് നമ്മളിലേക്ക് ചേർത്ത് വെക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഹിബ്ബാവുന്നത്. ഓരോ സമയത്തും സ്വീകരിക്കേണ്ട അദബുകൾ, ഓരോ സമയത്തും സ്വീകരിച്ചിരുന്ന സ്വഭാവം, ഇടപെടുന്ന രീതി, ഓരോ സ്ഥലത്തും എങ്ങനെയാണ് പെരുമാറേണ്ടത്, കുടുംബത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിലെ സ്ത്രീകൾ തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നതിനേക്കാൾ അങ്ങോട്ട് ഖിദ്മത്ത് എടുത്തു കൊടുക്കുമായിരുന്നു. അത് അവിടുത്തെ സ്വഭാവമായിരുന്നു. ഭാര്യമാർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് ഖിദ്മത്ത് എടുത്തു കൊടുക്കും. അതാണ് കുടുംബത്തോട് സ്വീകരിച്ച രീതി. പാല് കറന്നു കൊടുക്കും, അടുക്കളപ്പണിയിൽ സഹായിക്കും, ചെരുപ്പ് തുന്നും, വസ്ത്രം തുന്നും, ബക്കറ്റ് നന്നാക്കും. ആര്? അന്താരാഷ്ട്ര നേതാവ്, സർവ്വസൈന്യാധിപൻ, ലോകത്തിലെ ഏറ്റവും സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുന്നത് അധ്യാപകനായിട്ടല്ല, വീട്ടിലേക്ക് കയറി വരുന്നത് സൈന്യാധിപനായിട്ടല്ല, വീട്ടിലേക്ക് കയറി വരുന്നത് മുദരിസായിട്ടല്ല, വീട്ടിലേക്ക് കയറി വരുന്നത് പച്ചയായ മനുഷ്യനായിട്ടാണ്. ഇതാണ് നമ്മുടെ ഈ കുടുംബജീവിതത്തിൽ നാം പുലർത്തേണ്ടത്. നമ്മൾ ഒരു പക്ഷേ ഓഫീസിലെ അത്യുന്നത നിലയിലുള്ള ഓഫീസറായിരിക്കാം, ലെക്ചറായിരിക്കാം, അല്ലെങ്കിൽ വലിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന കീഴാളന്മാരോട്, തൊഴിലാളികളോട് ശാഠ്യ സ്വഭാവത്തിലും അല്ലെങ്കിൽ കർശന സ്വഭാവത്തിലും പെരുമാറേണ്ടവരായിരിക്കാം. മുതിർന്ന സംഘടനാ നേതാവും മീറ്റിംഗിലെ അധ്യക്ഷനും ഒക്കെ ആയിരിക്കാം. അതെല്ലാം ആ കോട്ടും ആ ഡ്രസ്സും അതെല്ലാം ഊരി വെച്ചിട്ടായിരിക്കണം വീട്ടിലേക്ക് കയറി വരേണ്ടത്.
അതെല്ലാം ഊരി വെച്ചിട്ട് പച്ചയായ മനുഷ്യനായിട്ടാണ് വീട്ടിലേക്ക് കയറി വരേണ്ടത്. സ്കൂളിലെ ക്ലാസ്സിൽ പെരുമാറുന്നത് പോലെയല്ല ഭാര്യയോട് പെരുമാറേണ്ടത്, മക്കളോട് പെരുമാറേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വത്തഅദ്ദുബു ബിആദാബിഹി, അവിടുത്തെ ജീവിത ചിട്ടകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി കൊണ്ടുവരിക. ഒരു വേള നമ്മൾ ചൊല്ലുന്ന മൗലിദിനേക്കാൾ, മദ്ഹ് ഗാനത്തേക്കാൾ, സ്വലാത്തുകളേക്കാൾ നമുക്ക് ജീവിതത്തിൽ മഹബ്ബത്തുണ്ടെങ്കിൽ മേടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള നന്മകളാണ്. വത്തഖല്ലുഖു ബിഅഖ്ലാഖിഹി വത്തഅദ്ദുബു ബിആദാബിഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച രീതിയെ നമ്മൾ സ്വീകരിക്കുക. അനുയായികളോടൊപ്പം എങ്ങനെയായിരുന്നു ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയിരുന്നത്? യാത്രാമധ്യേ ഭക്ഷണം കഴിക്കാൻ സംവിധാനം ഉണ്ടാക്കണം. പെട്ടെന്നൊരാൾ പറഞ്ഞു, മൃഗത്തെ ഞാൻ അറുത്തുകൊള്ളാം. വേറൊരു സ്വഹാബി, തോല് ഞാൻ പൊളിച്ചുകൊള്ളാം. വേറൊരു സ്വഹാബി, ഭക്ഷണം ഞാൻ പാകം ചെയ്യാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? ഞാനിവിടെ കറങ്ങുന്ന കസേരയിൽ ഇരിക്കാം എന്നല്ല. പിന്നെന്താ പറഞ്ഞേക്കണത്? വിറക് ഞാൻ ശേഖരിക്കാം. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, ഈ 4 പണികളിൽ ഏറ്റവും അധ്വാനം ആടിനെ, മൃഗത്തെ അറുക്കലോ തോല് പൊളിക്കലോ ഭക്ഷണം പാകം ചെയ്യലോ അല്ല, വിറക് ശേഖരിക്കലാണ്. ആടിനെ ഇവിടുന്ന് അറുക്കാം, ഭക്ഷണം ഇവിടുന്ന് പാകം ചെയ്യാം, തോല് ഇവിടുന്ന് തന്നെ പൊളിക്കാം. വിറക് ശേഖരിക്കാൻ കാട്ടിൽ പോകണം. കാട്ടിൽ അവിടെ വിറക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് ആപ്പൊന്നും ഉണ്ടാവില്ല. ഓരോ മരത്തിൽ നിന്നും കിട്ടുന്ന വിറകുകൾ വന്ന് ശേഖരിക്കണം. ആലോചിച്ച് നോക്കി അതിൻ്റെ ഒരു അധ്വാനം. ഏറ്റവും അധ്വാനമുള്ള ജോലിയാണ് അനുയായികളോടൊപ്പം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്തിരുന്നത്. ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരു വാഹനത്തിൽ 3 പേരായിരുന്നു ഊഴം നോക്കിയിട്ട് മാറി മാറി കയറിയത്. മറ്റ് 2 സഹാബിമാരും കരഞ്ഞു പറഞ്ഞില്ലേ, നബിയെ, തങ്ങൾ ഇറങ്ങേണ്ടതില്ല, തങ്ങൾ നമ്മളുടെ ഊഴത്തിലും തങ്ങൾ തന്നെ അവിടെ ഇരുന്നോളി. അനുയായികൾക്ക് സ്നേഹം കാണിച്ച് അവരോട് പെരുമാറിയ രീതിയെ നമ്മൾ നോക്കി പഠിക്കണം. അതുപോലെ കുട്ടികളോട് മടിയിലിരുത്തിയും ചുമലിൽ കയറ്റിയും വയറിൻ്റെ മേലെ ഇരുത്തിയും എന്തെല്ലാം കളിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോടുണ്ടായിരുന്നത്. ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ, ഒരു കുടുംബനാഥൻ എന്ന അർത്ഥത്തിൽ, ഒരു മുദരിസ് എന്ന അർത്ഥത്തിൽ എല്ലാ നന്മകളും മേളിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സ്ഥലത്തും ഇടത്തിലും സ്വീകരിച്ച രീതിയെ പഠിച്ചുകൊണ്ട് അവിടെയെല്ലാം നമ്മൾ ഇടപെടണം. ഇനി ജീവിതത്തിൽ പ്രയാസങ്ങളും വരും, വിഷമങ്ങളും വരും, പ്രതിസന്ധികളുണ്ടാവും. ശഅബ് അബീ ത്വാലിബിൻ അക്ഷമ കാണിക്കാതെ, ക്ഷമക്ക് എതിരായിട്ട് ഒന്നും പ്രവർത്തിക്കാതെ 3 കൊല്ലം പച്ചില നിന്ന് ജീവിച്ചവരല്ലേ സ്വഹാബത്ത്. അങ്ങനെ പഠിപ്പിച്ച നേതാവല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ത്വാഇഫിന്റെ മണ്ണിൽ ചീറിപ്പാന് വരുന്ന ആംബുലൻസ് മോഡൽ 2 മലക്കുകൾ വന്നിട്ട് ഈ ദുഷ്കർമ്മികളെ ഈ 2 മലയിടിച്ച് നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും അവിടുന്ന് സ്വീകരിച്ച സഹനത്തിന്റെ, ക്ഷമയുടെ മകുടോദാഹരണങ്ങളില്ലേ? വേണ്ട വേണ്ട വേണ്ട, ഈ നാട്ടുകാരെ എന്നെങ്കിലും നന്നായി കാണാനാണ് എനിക്ക് പൂതി. ഇവിടെയാണ് നമ്മൾ ഇടപെടേണ്ട രീതി നമ്മൾ തിരിച്ചറിയേണ്ടത്. എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നേരിട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായി. വിശന്ന് പട്ടിണി കിടന്ന് കല്ല് വെച്ച് നടന്ന കാലമില്ലേ? ഈത്തപ്പഴം വെള്ളം മാത്രം കഴിച്ച് മാസങ്ങളോളം ജീവിച്ച കഥകൾ പറയാനുണ്ട് സഹകളത്രമാരായ ഭാര്യമാർക്ക്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശന്ന് വയറൊട്ടിയിട്ട് വയറുവേദന വന്ന് പിടയുമ്പോഴും ഞാനായിരുന്നു രാത്രി വയറ് പലപ്പോഴും പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് തടവി കൊടുക്കാറ് എന്ന അനുഭവം പറയുന്നില്ലേ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ? വശദ്ദ മിൻ സഗബിൻ അഹ്ശഅഹു വതവാ, 5 പർവ്വതങ്ങൾ വന്നിട്ട് മിൻ ദഹബിൻ, സ്വർണമാവട്ടെ എന്ന് ചോദിച്ചപ്പോഴും ദുന്യവിയായ സൗകര്യങ്ങളുടെ മുന്നിൽ ഗെറ്റ് ഔട്ട് ഫഅറാഹ അയ്യമ ശമമി, അവിടുന്ന് ദുനിയാവിനെ വേണ്ടെന്ന് വെച്ച നേതാവല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മനസ്സിൽ ദുനിയാവിനോട് ഹുബ്ബുണ്ടെങ്കിൽ റസൂലുള്ളാഹിനോട് ഹുബ്ബ് വരൂല. 2 ഹുബ്ബ് ഒന്നിച്ച് മേളിക്കൂല. ദുനിയാവിനോട് ഒരാൾക്ക് ഹുബ്ബുണ്ടെങ്കിൽ ആഖിറത്തോട് ഹുബ്ബ് ഉണ്ടാവില്ലെന്ന് കിതാബ് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ആവശ്യത്തിന് വേണം,
ദുനിയാവേ ദുനിയാവേ എന്നിങ്ങനെ കെട്ടിമറിഞ്ഞ് ജീവിച്ചാൽ അസുലിയായ ഹബ്ബ് തന്നെ നഷ്ടപ്പെട്ട് മഹബത്ത് തീരെ ഇല്ലാതാവും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തെയും പഠിച്ചുകൊണ്ട് സഹവർത്തിത്വം, പരിഗണന, ഇതായിരുന്നു നബി തങ്ങളുടെ ക്വാളിറ്റികളിൽ വളരെ പ്രധാനപ്പെട്ടത്. 1,50,000 സ്വഹാബത്ത്. ഏതെങ്കിലും ഒരു അനുയായിക്ക് നേതാവിനോട് വിമുഖതയുണ്ടോ, അസംതൃപ്തിയുണ്ടോ, എന്നെ പരിഗണിച്ചില്ല എന്ന് പറയാനുണ്ടോ? ഇല്ല. എല്ലാവർക്കും വേണ്ട പരിഗണന കൊടുത്തു. പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ അദബുകൾ. നമ്മൾ ധാരാളം മൗലിദ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കണം, ശരിയാണ്. അതിലപ്പുറത്ത് നമ്മുടെ ജീവിതത്തെ മഹബത്തിനോട് ചേർത്ത് നിർത്തണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ധാരാളം എണ്ണം വെച്ച് സ്വലാത്തിലും ശരി, ധാരാളം മൗലിദ് റാത്തീബ് പരിപാടികളൊക്കെ സംഘടിപ്പിക്കും, ശരി. പക്ഷേ സ്വഭാവത്തിൽ ശുദ്ധി വരില്ല. സ്വഭാവത്തിൽ തീരെ ആർക്കും അദ്ദേഹത്തെ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. കടുത്ത സ്വഭാവം, വല്ലാത്തൊരു പെരുമാറ്റം പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്. അതെന്തുകൊണ്ടാണ്? അവരുടെ മഹബത്ത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. കടപ്പാടുകളെ മറന്നുകൊണ്ടുള്ള ഇബാദത്തുകൾ വരാറുണ്ട്. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഭാര്യ പറയാണ്, നിങ്ങൾ അവിടെ ഇരിക്ക്, നിങ്ങൾക്ക് വേണ്ട ഫുഡൊക്കെ കുറച്ച് കഴിഞ്ഞ് തരാം, കാരണം ഈ മങ്കൂസ് മൗലിദ് ഒന്ന് പൂർത്തിയാക്കട്ടെ. അതാണോ അവരവിടെ വേണ്ടത്? ഭർത്താവിനോടുള്ള കടപ്പാട് നിർവഹിച്ചിട്ടല്ലേ സുന്നത്തുകൾ ചെയ്യേണ്ടത്? ഞാൻ ആ വിഷയത്തിലേക്ക് വഴിയെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അവിടുന്ന് പഠിപ്പിച്ച അദബുകളെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതാണ് ഏറ്റവും വലിയ മഹബത്ത് എന്ന് പറയുന്നത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഒരാളെയും നിസ്സാരമാക്കരുത്, ആരെയും പരിഹസിക്കരുത്, ആരെയും അവഗണിക്കരുത്. നമുക്ക് കൂടുതൽ ഇബാദത്തുണ്ടെന്ന് ഒരിക്കലും തോന്നരുത്. നമ്മൾ കൂടുതൽ സ്വലാത്തോ അല്ലെങ്കിൽ ദിക്റുകളോ കൂടുതൽ ചൊല്ലുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെയും അതിൻ്റെ പേരിൽ ചെറുതാക്കരുത്. ഓരോരുത്തരും ഓരോ ഇബാദത്ത് കൊണ്ടായിരിക്കും സ്വർഗത്തിലേക്ക് പോവുക. ചിലര് സുന്നത്ത് നോമ്പും, അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കാത്തവരെ നമ്മൾ ചെറുതായി കാണാൻ പറ്റുമോ? ചിലര് സുന്നത്ത് നിസ്കാരം, അത് വേറെ ചിലർക്ക് ഉണ്ടാവില്ല. അവര് മാതാപിതാക്കളുടെ പൊരുത്തം കൊണ്ട് സ്വർഗത്തേക്ക് പോകണമായിരിക്കും. അതുകൊണ്ടല്ലേ സ്വർഗത്തിന് 8 കവാടങ്ങൾ തന്നെ സംവിധാനിച്ചത്, ഓരോ നന്മകളെ പ്രോത്സാഹിപ്പിക്കാനുണ്ട്. വലിക്കുല്ലി ബാബിൻ, ഓരോ വാതിലിലും സഅയുൻ, ഓരോ നന്മകൾ ഉണ്ട്. ആകയാൽ ഇസ്ലാം പഠിപ്പിച്ചൊരു സംസ്കാരത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് മാതൃകായോഗ്യമായ ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തലാണ് മഹബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി പണ്ഡിതന്മാർ ഒന്നാമതായി പരിചയപ്പെടുത്തുന്നു. ആരോടും ദേഷ്യപ്പെടാതെ, ആരെയും വേദനിപ്പിക്കാതെ, ആരെയും പ്രയാസപ്പെടുത്താതെ, ഒരാളുടെ മനസ്സിനും വിഷമമുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ജീവിക്കണം. അതാണ് മഹബത്ത്. കണ്ടില്ലേ, അത്വാ ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു 40 വലിയ ഇഅ്തികാഫിരുന്ന പണ്ഡിത ശ്രേഷ്ഠർ. എത്ര വലിയ മഹബത്തുള്ള മഹാനാ! ഉഹദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്ന മഹാൻ. ആ അത്വാ ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുത്ത് ഒരാൾ ഒരു ഹദീസ് അല്ലെങ്കിൽ ഒരു മസ്അല പറയുന്നുണ്ട് എന്ന് കരുതുക. അത്വാ റളിയല്ലാഹു അൻഹു അത് കേട്ടിരിക്കും. യഥാർത്ഥത്തിൽ അത്വാ ബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു പറയണ്ടേ, ഈ മസ്അല പറഞ്ഞ മൗലാറ് ജനിക്കണതിന് മുമ്പ്, ഈ ഹദീസ് പറഞ്ഞ മൗലാറ് ജനിക്കണതിന് മുമ്പ് ഈ പണ്ഡിതൻ, ഈ പ്രഭാഷകനായ യുവ പ്രഭാഷകൻ, ചെറുപ്പക്കാരെന്നൊക്കെ പറയില്ലേ, അവര് ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഹദീസും ചരിത്രവും മസലൊക്കെ കേട്ടത് മാത്രമല്ല ദർസ നടത്തിയിട്ടുണ്ട്. ആ ഹദീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ വയലു പറയുന്ന, ഈ ഹദീസ് ക്ലാസ് എടുക്കുന്ന ഉസ്താദിന് അസംതൃപ്തി ഇല്ലാത്ത വിധം, ഇതുവരെ കേൾക്കാത്ത, ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ ഞാൻ അവർക്ക് ചെവി കൊടുക്കുമെന്ന് സയ്യിദുനാ അത്വാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പഠിക്കണം. ഇത് എവിടുന്ന് കിട്ടിയ സംസ്കാര? മിൻ മദീനത്തിർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ മദീനയിലെ സംസ്കാരം, ആരെയും വേദനിപ്പിക്കാത്ത സംസ്കാരം, ആരെയും പ്രയാസപ്പെടുത്താത്ത സംസ്കാരം. എല്ലാ ഘട്ടങ്ങളിലും തങ്ങളുടെ ശൈലി, തങ്ങളുടെ സ്വഭാവത്തെ നാം കൊണ്ടുവരുന്നു. ആരോടും ദേഷ്യപ്പെടാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തഗ്ളബു വലക്കൽ ജന്ന, ദേഷ്യപ്പെടരുത്, സ്വർഗമുണ്ട് എന്ന് പറയാ മാത്രമല്ലല്ലോ, അത് പ്രവർത്തനത്തിലേക്ക് കൂടി കൊണ്ടുവന്നു. ഷാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തോളിൽ
ഷോൾഡറിൽ ധരിച്ചിരിക്കുന്ന ഷാള് ഒരാറാബി പിടിച്ചു വലിച്ചപ്പോൾ അവിടുത്തെ ശരീരത്തിൽ വലിയ മുറിവുണ്ടായി. അതിന്റെ സൈഡ് ഭാഗം കൊണ്ടിട്ട് മുറിവായി. തങ്ങൾ വേദനിച്ചോ? ഇല്ല. ഇയാൾക്ക് വേണ്ടത് ഒത്താശ ചെയ്തു കൊടുക്കൂ എന്നല്ലേ തങ്ങൾ പറഞ്ഞത്? ത്വായിഫുകാരോട് ദേഷ്യപ്പെട്ടോ? ഇല്ല. ദേഷ്യപ്പെടേണ്ട ഘട്ടമെത്തിയപ്പോഴും ദേഷ്യപ്പെടാത്ത നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ മഹബത്താവണമെങ്കിൽ, നമ്മുടെ സ്നേഹമാവണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സ്വഭാവം പഠിക്കണം. ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല, ആരെയും പ്രയാസപ്പെടുത്തൂല എന്നങ്ങോട്ട് തീരുമാനിക്കും. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത 30 ഉപദേശങ്ങളുണ്ട്. 10 കൊല്ലത്തെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത 30 ഉപദേശങ്ങൾ വളരെ വിശാലമായി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഓരോന്നും ധാരാളമായി വിശദീകരിക്കേണ്ട ഭാഗം. അതിലൊരു ഉപദേശം കാണാം, യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ. ആ വിളിയിൽ തന്നെ എന്തൊരു സ്നേഹമാണ്. പലപ്പോഴും ആ വിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവാറുണ്ട്. ഖുർആന് ഒരു വാപ്പ മകനെ വിളിക്കുന്ന ചരിത്രം പറയുന്ന ഭാഗങ്ങളിലെല്ലാം പറയുന്ന ഒരു പ്രയോഗം അങ്ങനെയാണ്, യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക്. കണ്ടില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന മകനെ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന വാപ്പ വിളിക്കണ കോലം. ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു മകനെ വിളിക്കുന്നതും യാ ബുനയ്യ, ഓ പൊന്നുമോനെ, കുഞ്ഞുമോനെ എന്നാണ്. എത്ര സ്നേഹത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇനിസ്തതഅത, മോനെ നിനക്ക് കഴിയുമെങ്കിൽ, അനസേ അൻ തുസ്ബിഹ വ തുംസിയ, നിനക്ക് നേരം വെളുപ്പിക്കാനും രാവിലെയാക്കാനും വൈകുന്നേരമാക്കാനും കഴിയുമെങ്കിൽ, എല്ലാ സന്ദർഭത്തിലും ലൈസ ഫീ ഖൽബിക ഖുശ്ഉൽ ലിഅഹദിൻ, ആരോടും നിന്റെ മനസ്സിൽ വെറുപ്പില്ലാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ, ഫഫൽ, എന്റെ അനസേ നീ അങ്ങനെ ജീവിക്കണം. ലിഅഹദിൻ എന്ന് പറഞ്ഞാൽ ലിമുസ്ലിമിൻ, മുസ്ലിമാവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ, ആരോടും നിന്റെ മനസ്സിൽ വെറുപ്പില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ പൊന്നുമോനെ നീ അങ്ങനെ ജീവിക്കണം. എന്നിട്ട് പറയാണ്, വീണ്ടും പറയാണ്, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, വദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ ചര്യ. ആരോടും വെറുപ്പില്ലാതെ ജീവിക്കലാണ് എൻ്റെ ചര്യ, അതാണ് എൻ്റെ ജീവിത ശൈലി. വമൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ, എൻ്റെ ജീവിത ചര്യയെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, ഫഖദ് അഹബ്ബനി, അവനെ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വമൻ അഹബ്ബനി, ഒരുത്തന് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, അഥവാ ഇഷ്ടം മനസ്സിൽ നിന്നാണ് ആ ഇഷ്ടം, കാരണം അവന്റെ ഖൽബിൽ ആരോടും വെറുപ്പില്ലല്ലോ, അവൻ കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പഠിക്കുക. ഉസ്വത്തുൻ ഹസന, ആർക്കും മാതൃകയാക്കാൻ പറ്റിയ നല്ല സ്വഭാവം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ആരോടും ദേഷ്യപ്പെടാത്ത, ഒരാളെയും വേദനിപ്പിക്കാത്ത എന്തൊരു സ്വഭാവമായിരുന്നു അവിടുന്ന് ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ആ തരത്തിൽ ക്രമീകരിക്കാൻ പറ്റിയെങ്കിൽ നമ്മുടെ മഹബത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തർക്കും വേണ്ടത് കണ്ടറിഞ്ഞ് നൽകുമത്രേ. ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അത് കൊടുക്കും. വിവാഹമാണ് ആ സ്വഹാബിക്ക് ഇനി വേണ്ടതെങ്കിൽ വിവാഹം ചെയ്യാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കും. കണ്ടോ? ഒരിക്കൽ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ വിശപ്പ് സഹിച്ച് ഹദീസ് പഠിച്ച അഹ്ലു സുഫന്റെ നേതാവാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, എല്ലാവരും പറയും അബൂ ഹുറൈറക്ക് എവിടുന്ന ഇത്രയും വിവരം, അബൂ ഹുറൈറക്ക് എവിടുന്ന ഇത്രയും വിവരം, അബൂ ഹുറൈറ കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്ത വിവരമാണ് എന്ന് മഹാൻ തന്നെ പറയുന്നുണ്ട്. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭക്ഷണം ഇല്ലാത്ത സന്ദർഭത്തിൽ ചിലപ്പോൾ ബോധം കെട്ട് വീഴാറുണ്ട്. സഹിക്കാൻ പറ്റായിട്ട് ഒരു മനുഷ്യനെ 2-3 ദിവസമല്ലേ സഹിക്കുക. സ്വർഗത്തിലെ രാജാക്കന്മാരെ കഥയാ പറയണത്, സ്വർഗത്തിലെ നേതാക്കളുടെ അവസ്ഥയാ പറയണത്. ഒരു സ്വഹാബി രാത്രി മൂത്രമൊഴിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു. വിളക്ക് കത്തിച്ച് നോക്കുമ്പോഴാണ്
അറുത്ത ഒട്ടകത്തിന്റെ തോലില് മൂത്രം തട്ടിയിട്ടുണ്ടായ ശബ്ദം. ആ സ്വഹാബ് എന്താ ചെയ്തത്? ആ തോലെടുത്തിട്ട് നന്നായിട്ട് കഴുകി ശുദ്ധിയാക്കി 3 ദിവസം ആ തോല് തീയിലിട്ട് കരിച്ചിട്ട് തിന്നു. 3 ദിവസത്തെ ഭക്ഷണം ആ തോല. വെള്ളം മാത്രം കുടിച്ചാൽ വായയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേന്ന് വിചാരിച്ചിട്ട് സ്വഹാബത്ത് ഈത്തപ്പഴ കുരു വെള്ളത്തിലിട്ടിട്ട് കുരു ഇങ്ങനെ വായിലിട്ട് ഉരുട്ടു അത്ര തിന്നാനില്ലേ. 3 കൊല്ലം പച്ചില തിന്നിട്ട്, ആടും മറ്റൊക്കെ തിന്നുന്ന പോലെ പച്ചില തിന്നിട്ട് കാഷ്ടമൊന്നും ഇല്ലായിട്ട് കാഷ്ടിക്കണം എന്നൊക്കെ എന്തൊക്കെ വരണ്ടേ. ആട് കാഷ്ടിക്കണത് പോലെ കാഷ്ടിച്ചവരാണ് സ്വഹാബത്ത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രി വയറ് തടവി കൊടുക്കാൻ മാത്രം വേദന ഉണ്ടാണെങ്കിൽ അവിടുത്തെ വിശപ്പത്രയായിരിക്കും. വിശന്നിട്ട് വയറുവേദന ഏതെങ്കിലും ജീവിതത്തിൽ നമുക്ക് സന്ദർഭത്തിൽ വയറുവേദന വന്നിട്ടുണ്ടോ? ക്ഷീണം ഉണ്ടാവുമായിരിക്കും നല്ല ചൂടുള്ള കാലത്ത് റമദാനിൽ. അവിടുത്തെ ജീവിതം നമ്മളൊന്ന് പഠിക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടാ സ്വഹാബത്ത് ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിന്നാനില്ലായിട്ട് ബോധം കെട്ട് വീഴും. വയറ് നിലത്തോട് ചേർത്തിട്ട് ഇങ്ങനെ കിടക്കും കുറെ സമയം, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത. ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു നിലക്കും എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ പറ്റുന്നില്ല, വല്ലാത്ത പ്രയാസം, പട്ടിണി കിടന്നിട്ട് മഹാനായ അബൂ ഹുറൈറ സിദ്ദീഖ് തങ്ങൾ വരുന്നത് കണ്ടപ്പോ സഹീഹുൽ ബുഖാരിയിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരായത്തെടുത്തിട്ട് ഇതിന്റെ അർത്ഥം എന്താ സിദ്ദീഖ് തങ്ങളെ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്ന ഈ ആയത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവുമെല്ലാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അറിയാമായിരുന്നു. സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുമ്പോ മസ്അല പറഞ്ഞ് അർത്ഥം പറഞ്ഞ് വീട്ടിന്റെ അടുത്തെത്തിയിട്ട് അബൂ ഹുറൈറ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ എന്ന് ചോദിച്ചു കിട്ടിയാ രക്ഷപ്പെട്ടു, എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് അബൂ ഹുറൈറ തങ്ങളാ ചോദിച്ചത്. പക്ഷേ സിദ്ദീഖ് തങ്ങൾ ഒറ്റയടിക്ക് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് വേഗത്തിൽ പോയി. വളരെ വിഷമം വന്നു അബൂ ഹുറൈറ തങ്ങൾ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്ന് അടുത്ത ആള് വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. ഉമർ തങ്ങളടുത്ത് പോയി മസ്അല ചോദിച്ച് ഈ ആയത്തിന്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ചു തരുമോ? ആ ചോദ്യത്തിന്റെയും താല്പര്യം ഉമർ തങ്ങൾ നടന്ന് ഇങ്ങനെ പറഞ്ഞ് വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും തിന്നിട്ട് പോയി കൂടെ അബൂ ഹുറൈറ എന്ന് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയല്ല, ഉമർ തങ്ങളും വേഗത്തിൽ അർത്ഥം പറഞ്ഞു കൊടുത്തു വിട്ടു. അപ്പോഴാണ് വരുന്നത് അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ എന്റെ അബൂ ഹുറൈറക്ക് അർത്ഥമല്ല വേണ്ടത്, എന്റെ അബൂ ഹുറൈറക്ക് വിശക്കുന്നുവല്ല മോനെ, വരൂ മോനെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് മുഖം നോക്കിയിട്ട് ആവശ്യം നിർവഹിച്ചു കൊടുത്ത ആളല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോമിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ സ്വഭാവം കണ്ടില്ലേ? വീട്ടിലെത്തിയിട്ട് ഭാര്യനോട് ചോദിച്ചു വല്ലതും ഉണ്ടോ? കുറഞ്ഞ പാലുണ്ട്. എവിടുന്ന് കിട്ടി? ഹദിയ കൊണ്ടുവന്ന പാലാണ് തങ്ങൾക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കുറച്ച് പാലുണ്ട്, ഒരു ഗ്ലാസ് പാലുണ്ട് ഇവിടെ. ആ പാലേതായാലും അഹ്ലു സുഫക്കാരായ പാവപ്പെട്ട സ്വഹാബിമാർക്ക് എല്ലാവർക്കും നമുക്ക് കൊടുക്കാം. അവരെല്ലാം വിളിച്ചിട്ട് വരും. ചുരുങ്ങിയത് 70 ആൾ അവിടെ ഉണ്ടാവും, കൂടിപ്പോയാൽ 300 ആൾക്കാർ വരെ ഉണ്ടാവും അഹ്ലു സുഫ. അവരെ കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ തന്നെ ധാരാളം ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബി ഇതാകെ കുറഞ്ഞ പാലല്ലേ ഉള്ളൂ, ഏറ്റവും വിശന്ന് അങ്ങേയറ്റെത്തിയ ഞാനില്ലേ, എനിക്ക് തരാവോ? അത്ര പേർക്കൊന്നും പാല് ഉണ്ടാവില്ലല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കണം. ഈ ഏതായാലും വിളിച്ചു വരിക അബൂ ഹുറൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചേ വരണാക്ക. എല്ലാരെയും വിളിച്ചു വന്നു. അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞ എല്ലാവർക്കും കൊടുക്ക്. എല്ലാരും കൊടുപ്പിച്ചു ഒരു ഗ്ലാസ് പാല്. വമിനല്ലസീരി സഖവാതു അമാ ജൈശഹു ഹത്തക്തഫൗ വയസിറുഹു ലം യൻഫദി. 90,000 മുഅ്ജിസത്ത് കാണിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈന്തപ്പന മരത്തെ നടത്തിച്ച മുത്തുനബി, സൂര്യനെ മടക്കി കൊണ്ടുവന്ന നേതാവ്, ചന്ദ്രനെ 2 കഷ്ണമാക്കി. തങ്ങൾക്ക് ഇതെല്ലാം വലിയ പണിയാണ്. ചന്ദ്രനെ 2 കഷ്ണാക്കിയിട്ടില്ലേ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു എല്ലാവരും കുടിച്ചു പോയോ? എല്ലാവരും
ഇനി ഞാനും നീയും മാത്രമല്ലേ ബാക്കിയുള്ളൂ, മോൻ കുടിക്കുന്നു. അബൂ ഹുറൈറ കുടിച്ചു. ഇനിയും കുടിക്കൂ. വീണ്ടും വീണ്ടും കുടിപ്പിച്ച്, ഇനി എൻ്റെ വയറ്റിലൊരു ഗ്യാപ്പില്ല നബിയേ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. മുഅ്മിനീങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അബൂ ഹുറൈറ തങ്ങൾക്ക് തന്നെ വളരെ വിഷമം അനുഭവിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോൽപാത്രത്തിൽ ഈത്തപ്പഴം ഇട്ട് കൊടുത്തു. അബൂ ഹുറൈറ തങ്ങളോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ, നീ അതിൽ നിന്ന് ഈത്തപ്പഴം ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ എടുത്തു എന്നാണ്. ആകെ കുറഞ്ഞ ഈത്തപ്പഴമുള്ളൂ, പക്ഷെ അതിൽ നോക്കാതെ കൈയിടും, ഈത്തപ്പഴം എടുക്കും, തിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അബൂ ഹുറൈറ തങ്ങൾ ആ ഈത്തപ്പഴം കൊണ്ട് നല്ല ജീവിതം നയിച്ചു. ഇത് കൊടുത്തതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും ഉമർ തങ്ങളുടെ കാലത്തും എല്ലാം ഈ തോൽപാത്രത്തിൽ നിന്ന് ഈത്തപ്പഴം എടുത്തത്ര. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തും, ഉസ്മാൻ തങ്ങളുടെ കാലത്ത് നമുക്കറിയുന്നത് പോലെ വലിയ തർക്കവും വിപ്ലവവും പ്രശ്നങ്ങളുമെല്ലാം ഉണ്ടായല്ലോ. ആ കലാപത്തിനിടയിൽ ആ തോൽപാത്രം നഷ്ടപ്പെട്ടുപോയി. 90 കിലോഗ്രാം വരെ ആ ചെറിയ പാത്രത്തിൽ നിന്നും 90 കിലോഗ്രാം ഏകദേശം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം എടുത്തിട്ടുണ്ടത്രേ. ബിമുഅ്ജിസത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വേറൊരു വശം കൂടി ഉണ്ട് അവിടെ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ കുഴപ്പങ്ങളും തർക്കങ്ങളും ഉണ്ടായപ്പോൾ ആ തോൽപാത്രം നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, എല്ലാവർക്കും ഒരു നഷ്ടമാണെങ്കിൽ എനിക്ക് 2 നഷ്ടമാണ്. ഒന്ന്, എല്ലാവർക്കും ഉള്ളതുപോലെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നല്ലോ. എനിക്ക് അതിനോടൊപ്പം ഉണ്ടായ മറ്റൊരു നഷ്ടം, എൻ്റെ തോൽപാത്രം നഷ്ടപ്പെട്ടു പോയി, ബറക്കത്തിന്റെ തോൽപാത്രം. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മിർഖാത്തുൽ മഫാത്തിഹ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം, എത്ര വലിയ ബർക്കത്താണെങ്കിലും തർക്കമുള്ളടുത്ത് അള്ളാഹുവിന്റെ ബർക്കത്ത് നഷ്ടപ്പെടും. തർക്കിക്കുന്നിടത്തുനിന്ന് ബർക്കത്തൊക്കെ പോകും. ഭാരവാഹികൾക്കിടയിൽ കുഴപ്പമാണോ? ഒരു ദഅവത്ത് നടക്കൂല. പ്രശ്നമുണ്ടോ? ഒരു കാര്യം നടക്കൂല. മഹല്ല് ഭാരവാഹികൾക്കിടയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ തർക്കം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്ത് തന്നെ ഉണ്ടാവില്ല. തർക്കിക്കുന്നിടത്തുനിന്ന് മലക്കൾ പോകും, ബർക്കത്ത് നഷ്ടപ്പെടും. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ നമ്മൾ പഠിക്കുകയും ഓരോ ഘട്ടങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച രീതിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഓരോരുത്തരോട്, കുടുംബത്തോട്, മക്കളോട്, അനുയായികളോട്, നേതാക്കളോട് ഓരോരുത്തരോടും പെരുമാറേണ്ട രീതി അവിടുന്ന് പഠിപ്പിച്ചു തന്നതുപോലെ നാം ജീവിക്കുകയും ചെയ്താൽ അതാണ് അത്തഅദ്ദുബു ബിആദാബിഹി വത്തഖല്ലുഖു ബിഅഖ്ലാഖിഹി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ മഹബ്ബത്തിന്റെ പ്രധാന അടയാളം. 11 അടയാളങ്ങളിലെ രണ്ടാമത്തത് ഇസ്ഖാത്തുൽ ഇബാദി ഫീ റിളാഹു വരിളൽ ഹഖ് സുബ്ഹാനഹു വതആല. എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും തൃപ്തിയെ ആഗ്രഹിക്കുകയും ഒരുപക്ഷെ ആ കാര്യം ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത ആൾക്കാർക്ക് വിഷമമുണ്ടാവും, പ്രയാസമുണ്ടാവും. അതൊന്നും പരിഗണിക്കാതെ റസൂലുള്ളാഹിക്ക് വേണ്ടി ആര് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല, ആര് പ്രയാസപ്പെട്ടാലും പ്രശ്നമല്ല, മുത്തുനബി തങ്ങളെ തൃപ്തിപ്പെടുത്തുക. ഫമൻ അർളല്ലാഹ്, അള്ളാഹുവിനെ ഒരാണ് തൃപ്തിപ്പെടുത്തിയാൽ വഅസ്ഖതൽ ഇബാദ്, അപ്പോൾ പലർക്കും അത് പ്രയാസമാവുന്നുണ്ട്. എങ്കിൽ കാന മുഹിബ്ബൻ ലിൽ മൗലൽ ജവാദ് വമുഹിബ്ബൻ ലിസയ്യിദിൽ ഇബാദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. വലിയൊരു കാര്യമാണ് ആ പറഞ്ഞത്. അള്ളാഹുവിൻ്റെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയാണ് എല്ലാം എന്ന് തിരിച്ചറിയണം. അതാണ് എല്ലാം. വരിദ്വാനും മിനല്ലാഹി അക്ബർ. സുഹൃത്ത് എന്ത് വിചാരിക്കും, ഭാര്യ എന്ത് വിചാരിക്കും, ഭർത്താവ് എന്ത് കരുതും, അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സ് അവൾക്ക് തൃപ്തിയാവണില്ല, ഇസ്ഖാത്തുൽ ഇബാദ്, അവൾക്കത് പ്രയാസമാകുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ മുത്തുനബി തങ്ങൾക്ക് ആ മോഡലാണ് ഇഷ്ടമെങ്കിൽ അതാണ് വാങ്ങിക്കൊടുക്കേണ്ടത്. അവിടെയാണ് പലരുടെയും സുന്നത്ത് ജമാഅത്ത് പൊളിയല്, പലരുടെയും ആദർശബോധം നഷ്ടപ്പെടുന്നത് അവിടെയാണ്. മുത്തുനബി തങ്ങളുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്. സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് ട്രിപ്പ് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ
ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പരസ്പരം കാണുന്ന എന്തെല്ലാം രീതി വരുമ്പോൾ അവിടെ നമ്മൾക്ക് എന്ത് മഹബത്താ ഉള്ളത്. ഭാര്യക്ക് മകൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സ് ഏതാവണം? എൻ്റെ മോൾക്ക് ഈ മോഡലാ ഇഷ്ടം എന്ന് പറയുമ്പോഴും റസൂലുള്ളാഹിക്ക് ഏത് മോഡലാ ഇഷ്ടം എന്ന് വിചാരിക്കണം. എന്തെല്ലാം മോഡല് പർദ്ദകളാണ്! നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ. ചില സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ധരിക്കാത്തതുപോലെയാണ്. അവരുടെ വടിവും അവരുടെ വളവും അവരുടെ ശരീരവുമെല്ലാം വളരെ കൃത്യമായി എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് പിന്നാലെ നടക്കുന്നവർക്ക് തിരിച്ചറിയുന്ന രീതിയിൽ എല്ലാവർക്കും ഡിസ്പ്ലേ ആകുന്ന രീതിയിലുള്ള പർദ്ദ ധരിക്കുന്നവരില്ലേ? ആരെ ബോധിപ്പിക്കാനായി പർദ്ദ ധരിച്ചേക്കുന്നത്? എന്ത് കൂലിയാ അതിനുണ്ടാവുക? ലാ യദ്ഖുലുൽ ജന്ന. അത്തരത്തിലുള്ള സ്ത്രീകൾ സ്വർഗത്തിൽ എത്തൂല എന്ന് മാത്രമല്ല, 500 കൊല്ലം അപ്പുറത്തേക്ക് വീശുന്ന സ്വർഗത്തിന്റെ ഗന്ധം വലാ യജിദ്ന റീഹഹാ. സ്വർഗത്തിന്റെ ഗന്ധം തന്നെ അവർക്ക് ലഭിക്കൂല, സ്വർഗത്തിന്റെ വാസന തന്നെ അവർക്ക് ലഭിക്കൂല. ആരെങ്കിലുമൊക്കെ കളിയാക്കും, നിങ്ങളിങ്ങനെ മൂടിപ്പൊതച്ചിട്ട് പോയിക്കോളി, എന്താണോ ഇങ്ങനെയൊക്കെ എന്ന് പലരും പരിഹസിക്കും. ഇന്നൽ മുഹിബ്ബാനിൽ ഉസ്സാലി ഫീ സ്വമമീ. ആക്ഷേപിക്കുന്നവർ ആക്ഷേപിക്കുമ്പോ മുഹിബ്ബീങ്ങൾക്ക് ചെവി കേൾക്കൂല. നമ്മുടെ മനസ്സിന് മഹബത്തുണ്ടെങ്കിൽ കാപട്യം ഉണ്ടാവാൻ പാടില്ല. പള്ളിയിലും മീറ്റിങ്ങിനും വരുമ്പോ നെരിയാണിക്ക് മേലെ പാന്റ്, ഓഫീസിലേക്ക് പോകുമ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ നെരിയാണിക്ക് താഴെ. ഇതാരെ ബോധ്യപ്പെടുത്താനാ മോനെ? ഇതെന്തു മഹബത്താ നമ്മുടെ ഖൽബിലുള്ളത്? മറപാലിക്കണം. വീട്ടിലും നാട്ടിലും മറയുണ്ടാവണം. ആൾക്കാര് പലതും പറയും. അപ്പുറത്ത് ഭർത്താവിന്റെ സഹോദരന്മാര് ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും. അതിലൂടെ പോയിക്കോളി, ഇപ്പുറത്തൂടെ പോയിക്കോളി എന്നൊക്കെ പലരും പറയും. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും. എന്തോ ഒറ്റപ്പെട്ടാലും റസൂലുള്ളാഹിന്റെ പരിഗണന കിട്ടിയാൽ മതി. ആര് വെറുത്താലും ഒരു കുഴപ്പമില്ലെന്ന് ചിന്തിക്കണം. കണ്ടില്ലേ സൗദ ബീവി റളിയല്ലാഹു അൻഹ, റൂഹുൽ ബയാനിൽ കാണാം, വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജന തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, സൗദ ബീവി റളിയല്ലാഹു അൻഹ ഫർളായ ഹജ്ജ് ചെയ്തു. വീട്ടിലേക്ക് കയറി ഉടനെ ഒരു വസിയത്ത്, ഇനി എൻ്റെ ശരീരം ഞാൻ മരണപ്പെട്ടതിന് ശേഷം മയ്യത്തായിട്ട് ജനാസ കട്ടിലിൽ പുറത്തുകൊണ്ടുപോകുന്നല്ലാതെ എൻ്റെ ശരീരം കൊണ്ടുപോകാൻ പാടില്ല. ഫർളായ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം സർവ്വ ഉറൂസുകളിലും പർദ്ദ ഇട്ട താത്താമാരെ കാണാലോ. എന്ത് മഹബത്തായ ഇതൊക്കെ ഉള്ളത്! എന്തിന്റെ പേരിലെ ഈ ഔലിയാക്കൾ ഇവർ കാണാൻ പോകുന്നത്? ആരെ ബോധിപ്പിക്കാനായി ഈ സിയാറത്ത് ഇവർ ചെയ്യുന്നത്? ലഅനല്ലാഹുൽ സുബ്ബാറാത്ത്. ഇത്തരത്തിൽ മറവാരിക്കാതെ സിയാറത്ത് ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ലേ? അഹ്മദ് റിളാഖാൻ തങ്ങൾക്ക് ഈ വിഷയത്തിൽ മാത്രം ഒരു ഗ്രന്ഥം തന്നെ ഇല്ലേ? ഒരു സിയാറത്തിനൊക്കെ പോകണമെങ്കിൽ എന്തെല്ലാം ആദാബുകളുണ്ട്. ആ ആദാബുകളൊക്കെ ഈ കാലത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കഴിയോ? നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റും. എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അസുല് കളഞ്ഞിട്ട് അടിസ്ഥാന നിയമം ഒഴിവാക്കിയിട്ട് മഹബത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ഇസ്ലാമിന് ഒരു അടിത്തറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് മതി നമ്മുടെ ജീവിതം. പലരെയും ദേഷ്യപ്പെടുത്തേണ്ടി വരും. വലൗ കരിഹൽ കാഫിറൂൻ. ഖുർആൻ പറഞ്ഞില്ലേ? പലർക്കും പ്രയാസം ഉണ്ടാവും, പലരും ആക്ഷേപിക്കും. ഒരു കോളേജിലേക്ക് പോകുന്ന ഒരു പയ്യൻ എപ്പോഴും തൊപ്പി ധരിച്ച് താടി വെച്ച് നെരിയാണിക്ക് മേലെ പാൻ്റ് എടുത്തുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് പോയാൽ അവനെ പരിഹസിക്കാൻ എത്ര പേരുണ്ടാവും, എത്ര ആൾക്കാരുണ്ടാവും. അതൊന്നും ചെവി കൊടുക്കരുത്. ഇസ്ഖാത്തുൽ ഇബാദി ഫീ റിളൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി വേറൊരാളെ പ്രയാസപ്പെടുത്തേണ്ട സന്ദർഭം വന്നാൽ മോനെ നീ റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തുകയും മറ്റേയാൾക്ക് പ്രയാസം ഉണ്ടായി, അയാൾക്ക് നിന്നെ പിടിക്കുന്നില്ല, അയാൾ നിന്നെ യാഥാസ്ഥികനെന്നോ പഴഞ്ചനെന്നോ വിളിച്ച് കളിയാക്കുന്നുണ്ട്, നീയാണ് യഥാർത്ഥ മുഹിബ്ബെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. കണ്ടോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പലരും വിളിച്ചു യാ ഖാത്തില ഉമ്മ, നീ ഉമ്മാനെ കൊന്നവനാണ്. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം?
സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, നീ പുതിയ മതം സ്വീകരിച്ചിട്ടുണ്ടല്ലേ? അതെ. മഹാനാണെങ്കിൽ ഉമ്മി, ഉമ്മാനോട് ഭയങ്കര സ്നേഹവും ഉമ്മാക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ആളാ, എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാ. ഉമ്മ ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ലാ ആകുലു, ഞാൻ തിന്നൂല കുടിക്കൂല ഹത്താ തത്റുക ദീന മുഹമ്മദിൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിച്ചിട്ട് ആ ഉമ്മ പറയാണ്, നിന്റെ പുതിയ ദീൻ ഒഴിവാക്കുന്നത് വരെ ഞാൻ തിന്നൂല കുടിക്കൂല. ഉമ്മാനെ ഒരുവിധം വിഷയങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും ഉമ്മ നിരാഹാരത്തുനിന്ന് മാറാൻ തയ്യാറാകുന്നില്ല. 2-3 ദിവസം തിന്നാതെ കുടിക്കാതെ പട്ടിണി കിടന്നിട്ട് മരിക്കാറായിപ്പോയി. അപ്പോഴാണ് നാട്ടുകാർ വിളിച്ചത് ഉമ്മാനെ കൊന്നോനെ. ഇത് വില വെച്ചു ഇല്ല. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. അപ്പോൾ ഉമ്മ ക്ഷീണിതയായി കിടക്കുകയാണ്. ഉമ്മാക്ക് മനസ്സിലായി, എൻ്റെ മോനെ എന്നോട് ഖേദമായിട്ടുണ്ട്, എൻ്റെ മോനിക്ക് എന്നോട് വിഷമം തോന്നിയിട്ടുണ്ട്. അടുത്ത് വന്നിട്ട് ഉമ്മാനെ വിളിക്കാണ്, യാ ഉമ്മ തഅലമീന. ഒരു കാര്യം അറിഞ്ഞോളൂ, ഒരു കാര്യം അറിയണം ഉമ്മ. ഉമ്മ ഇനി അടുത്ത നിമിഷത്തിൽ കൂടി ഇനിയും തിന്നാതെ കുടിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത നിമിഷത്തിൽ ഉമ്മ മരണപ്പെടും. അതുകൊണ്ട് മോനെ എന്നാ വേഗം ദീൻ ഒഴിവാക്ക്, ഞാൻ തിന്നാൻ കുടിക്കാം. അതല്ല, വല്ലാഹി ലൗ കാന ലക്കി മിഅതു നഫ്സിൻ ഫഖറജത് നഫ്സൻ മാ തറക്തു ദീനി. ഉമ്മ ഇപ്പോ ഒരു മരണമല്ലേ മരിക്കുകയുള്ളൂ. ഉമ്മാക്ക് 100 റൂഹ് അല്ലാഹ് തന്നിട്ട്, 100 ആത്മാവ് തന്നിട്ട്, ഓരോ റൂഹും എൻ്റെ മുന്നിൽ നിന്ന് പെടന്ന് മരിച്ചാലും എൻ്റെ റസൂലുള്ളാഹിനെ ഒഴിവാക്കണ പരിപാടി എനിക്കില്ല ഉമ്മ. ഇൻശിഅ്തി ഫകുലി ഔ ലാ തകുലി, വേണമെങ്കിൽ തിന്നോളി അല്ലെങ്കിൽ തിന്നണമെന്നില്ല. എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒഴിവാക്കുന്ന പരിപാടി എനിക്കില്ല. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. പേരക്കുട്ടിയെ കൂട്ടിയിട്ട് ഡ്രസ് എടുക്കാൻ പോകുന്ന ഗ്രാൻഡ് ഫാദർമാർ, പേരക്കുട്ടിയെ കൂട്ടിയിട്ട് മകളുടെ മകന്റെ കുട്ടിയെ കൂട്ടിയിട്ട് ബാർബർ ഷോപ്പിലേക്ക് പോകുമ്പോ അവൻ പറയുന്ന കട്ടിങ്ങിനോ അവൻ പറയുന്ന സ്റ്റൈലിനോ നിൽക്കാതെ ഓർമ്മ വരണം സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ്, കാന യക്റഹുൽ ഖസ്ആ. റസൂലുള്ളാഹിക്ക് ഒരു ഭാഗം മുറിച്ച് മറ്റൊരു ഭാഗം മുറിക്കാതെ വെക്കുന്നത് അവിടുന്ന് ഇഷ്ടമല്ലെന്ന ഹദീസ് വരുമ്പോൾ ഒരു മോഡലിനും നമ്മൾ നിൽക്കൂല. അവിടെയാണ് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. ആര് ദേഷ്യപ്പെട്ടാലും ആർക്ക് വിഷമമുണ്ടായാലും എൻ്റെ ജീവന്റെ ജീവനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തായപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായി, എന്തെല്ലാം പ്രശ്നം. അവിടുന്ന് വഫാത്തായപ്പോൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളം വന്നു. പലരും മുർത്തദ്ദായി, പുതിയ വാദക്കാര് പലരും വന്നു. മദീന അനാഥത്വത്തിലേക്ക് നീങ്ങി അരക്ഷിതാവസ്ഥയിലായി. നേതാവിനെ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും കരയുന്നു, ആരും മിണ്ടുന്നില്ല. മുനാഫിഖീങ്ങളായ പലരും പുതിയ വാദങ്ങളുമായി വന്നു. അതിനിടയിലാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു വാദം വരുന്നു, സക്കാത്ത് നിഷേധം. നബി തങ്ങൾക്ക് സക്കാത്ത് കൊടുക്കുള്ളൂ, സിദ്ദീഖ് നിങ്ങൾ പിരിക്കുന്ന സക്കാത്ത് നമ്മൾ തരില്ല, അങ്ങനെ പറഞ്ഞ് പുതിയ വാദക്കാര് വേറെയും വന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു വിഷമം ആലോചിച്ച് നോക്കിയ ആ ഒരു സന്ദർഭത്തില് സിദ്ദീഖ് റളിയല്ലാഹു എന്താ അവിടെ പറഞ്ഞു? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉള്ളിലുള്ള ഒരു ഉമർ തങ്ങൾ പുറത്തേക്ക് വന്നു. എന്നേരം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സാധാ റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന ആ സക്കാത്തിന്റെ വാഹനത്തിന്റെ കൂടെയുള്ള ഒരു തുണ്ട് കയറ് അതെങ്ങാനും ഒഴിവാക്കിയാൽ, കണ്ട, ആരുടെയും വാദം വകവെക്കാതെ മുത്തുനബി തങ്ങളെ മുന്നിൽ വെച്ച നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മുആദ് മുഅവ്വിദ് റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നിങ്ങനെ തോണ്ടി. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 ചെറിയ കുട്ടികൾ തോണ്ടുന്നുണ്ട്. എന്താ? അബൂജഹൽ എവിടെ? അബൂജഹൽ എന്തിനാ നിങ്ങൾക്ക് അബൂജഹൽ? അബൂജഹലിനെ കൊല്ലാനൊന്നും നമുക്ക് ആവൂല മോനെ, വലിയ ആളാ. അബൂജഹലിനെ എങ്ങനെ കൊല്ലാനാ? എനിക്ക് വലിയ ശക്തിയല്ലേ, നമുക്ക് ഓറെ കൊല്ലണം.
എന്താ കാരണം? ഖാന യസുബ്ബു റസൂലുള്ളാഹിനെ അവൻ ചീത്ത വിളിക്കാറുണ്ട്. അതാണ് അവരുടെ മനസ്സിലെ മഹബത്ത്. ചിലപ്പോ സ്വന്തം ശരീരത്തിനെയും പ്രയാസപ്പെടുത്തേണ്ടി വരും. മറ്റുള്ളവർ കളിയാക്കൽ മാത്രമല്ല, സ്വന്തം ശരീരത്തെ പ്രയാസപ്പെടുത്തേണ്ടി വരും. സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തെ വെറുപ്പിക്കേണ്ടി വരും. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം തന്നെ 100 കണക്കിന് റക്അത്ത് നിസ്കരിച്ചുവല്ലോ. എന്താണ് അതിന്റെ കാരണം? മുത്തനബി തങ്ങളെ തൃപ്തിപ്പെടുത്താൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുന്നു. ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ന് കരുതരുത്, ചിന്തിക്കരുത്. മക്കളുടെ കല്യാണ സമയത്ത് സെലക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സുന്നത്ത് ജമാഅത്ത് പൊളിയാൻ പാടില്ല. അത് വേണ്ട, അവരെ വേണ്ട, അത് അവർക്ക് സമ്പത്തില്ല. അങ്ങനെയുണ്ട് പലരും. പുറത്തെ ഡയലോഗ് എന്തായിരിക്കും? നല്ലൊരു ചെക്കനെ കിട്ടിയാൽ മതി, നല്ല ചെക്കനെ കൊണ്ടുകൊടുത്തു നോക്കൂ. സാമ്പത്തിക ഭദ്രത കുറവാണെങ്കിൽ അവര് വേറെന്തെങ്കിലും കാരണം പറയും. എല്ലാ സുന്നത്ത് ജമാഅത്തും മെമ്പർഷിപ്പിൽ ഒതുങ്ങും. അത് പോരാ. ആരെ ബോധിപ്പിക്കാൻ ഈ കാര്യമൊക്കെ ചെയ്യണത്? ആരെയും ഇഷ്ടപ്പെടുത്താനല്ല, റബ്ബിന്റെ തൃപ്തി. കല്യാണ സന്ദർഭത്തിൽ മകൾക്കൊരു ചെറുക്കനെ എടുക്കുമ്പോൾ, ചെറുക്കൻ്റെ ഒരു മോളെ എടുക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ തൃപ്തിയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കണ്ടില്ലേ, മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അവരുടെ മകൾക്ക് രാജകുമാരന്മാര് വരെ പ്രപ്പോസൽ വന്നു, അന്വേഷണം വന്നു. കെട്ടിച്ചു കൊടുത്തത് ആയിരിക്ക? തന്റെ ശിഷ്യന്മാരിൽ ഒരാൾ, അവരുടെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. ആ ദുഃഖിതനായി നിൽക്കുന്ന ആ ശിഷ്യനാണ് തന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്. എന്തുകൊണ്ട്? മിൻ തഖ്വ, തഖ്വ എന്ന ആഭരണം ഉള്ളതുകൊണ്ട്. എത്ര അന്വേഷണങ്ങൾ വരുന്നു. മൻ അഹബ്ബ ലില്ലാഹി, ഇഷ്ടപ്പെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാവണം, വേറെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. വഅബ്ഗള ലില്ലാഹി, അവരോട് വിടാത്തത്, അവരോട് ദേഷ്യമുള്ളത് അള്ളാഹുവിന് വേണ്ടിയാണ്. വഅത്വാലില്ലാഹി, അവിടെ സംഭാവന കൊടുത്തത് അള്ളാഹുവിന് വേണ്ടിയാണ്, വേറൊന്നിനുമല്ല. കൊടുത്തിട്ടില്ലെങ്കിൽ മോശമല്ലേ? ഉസ്താദ് സ്റ്റേജിൽ നിന്നല്ലേ ചോദിച്ചത്, എന്റെ പേര് വിളിച്ച് ചോദിച്ചില്ലേ? അതിനല്ല കൊടുക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടി കൊടുക്കണം. അവർക്ക് കൊടുക്കാതിരുന്നതും അള്ളാഹു വേണ്ടി. കാരണം അവര് ഹറാമിന് ചെലവഴിക്കും. പേടിച്ചിട്ടല്ല, വേറൊന്നിനുമല്ല. ഭക്ഷണം ബാക്കിയായതുകൊണ്ട് യതീംഖാനയിലേക്ക് ചോറ് കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം കൊടുക്കുന്നതിന് കൂലിയുണ്ടോ? ബാക്കിയായതുകൊണ്ട് ഒരു കൊടുക്കുക. ഡ്രസ്സെല്ലാം ഒഴിവാക്കുന്നുണ്ട്, എന്നിട്ട് കൊടുക്കുക. അല്ല, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയാവണം. അമാനത്ത് കോയണ്ടി മുസ്ലിയാർ, അള്ളാഹു അവരുടെ ദറജേറ്റി കൊടുക്കട്ടെ. അന്വേഷണം നടത്തി, മകൾക്ക് വേണ്ടി ഒരു അന്വേഷണം. നല്ല ചെറുക്കനെ കിട്ടി, വിദ്യാഭ്യാസപരമായി നല്ല മുന്നേറ്റമുള്ള, അന്വേഷണത്തിലൊക്കെ നല്ലതാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു ചെറുക്കനെ കിട്ടി. കല്യാണം കഴിപ്പിച്ചു. സമസ്തയുടെ വലിയ ആലിമല്ലേ അമാനത്ത് ഉസ്താദ്. ആ ആലിമിന്റെ മകൾക്ക് കിട്ടിയ ചെറുക്കൻ പിന്നീട് ബിസിനസ് രംഗത്തൊക്കെ വലിയ പുരോഗതി വന്നപ്പോൾ, ഭൗതിക സൗകര്യങ്ങൾ കൂടിയപ്പോൾ വഹാബിയായി പോയി. അങ്ങനെ ഉണ്ട് പലരും. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പറക്കുമ്പോൾ മൗലിദും ചൊല്ലി, ബദർ മൗലിദും ചൊല്ലി ഉസ്താദുമാരെ എല്ലാം കണ്ട് ബറക്കത്തെടുത്ത് ദുആ ചെയ്യിപ്പിച്ചിട്ട് മഖാം സിയാറത്തും ചെയ്ത് പോയ മനുഷ്യൻ കുവൈത്തിലെ 2 കേദിയും ദീനാറും കിട്ടുമ്പോൾ, റിയാലും അല്ലെങ്കിൽ ദീനാറും ദിർഹമും കിട്ടുമ്പോൾ തിരിച്ചു വരുന്നു. താടി നീണ്ടതാണ്, പേന്റ് പൊന്തിയിട്ടുണ്ട്, വഹാബിയായി പോയി. എന്താ കാരണം? ഇദാ അറള അലൈഹിമു ദുനിയ, ദുനിയാവ് കുറച്ച് കിട്ടുമ്പോൾ വസബ അലൈഹി, പിന്നെ ദുനിയാവിന്റെ മേലെ ചാടിപ്പോയി. അവര് യസ്ലൂനന്നാർ, അവര് നരകത്തിലെത്തുമെന്നല്ലേ ഹദീസ്. കാരണം അവർക്ക് ദുനിയാവ് കിട്ടി 4 ചില്ലറ കിട്ടുമ്പോ പിന്നെ ഉസ്താദുമാരെ വിലയില്ല. പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് ശിർക്കായി പോയി. ജിബ്രീലിനെ എയർപോർട്ടിൽ നിന്ന് കണ്ടമതിരി പുതിയ വാദങ്ങളുമായി വീട്ടിലേക്ക് വരുന്നവരില്ലേ? ഈ ഭർത്താവ്, തന്റെ മകളുടെ ഭർത്താവ് ബിദ്അത്തുകാരനായി. ഉപ്പാക്ക് അമാനത്തുള്ള കോയണ്ണി മുസ്ലിയാർക്ക് ഇത് മനസ്സിലായി. മകളോട് പറഞ്ഞു, മോളെ നീ ചെയ്യേണ്ടത്, ഭർത്താവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഒരു കുട്ടിയുമുണ്ട്, 4-5 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞുമോനുണ്ട്. അതുകൊണ്ട് തന്നെ ഭർത്താവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ബിദ്അത്തിന്റെ ഷർറ് മനസ്സിലാക്കി കൊടുക്കണം. ബിദ്അത്തിന്റെ ഷർറ്, അതിന്റെ ഒരു ഷർറ്
കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു വെറുപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. പഴയ കാലം പോലെ ഒന്നും നമുക്ക് വെറുപ്പില്ലാത്തതുപോലെ പലരുടെയും പെരുമാറ്റത്തിൽ നിന്ന് തോന്നാറുണ്ട്. ഒരു പുത്തൻവാദിയുടെ മുഖത്ത് നോക്കി ഒരാൾ ചിരിച്ചാൽ ഖൽബിൽ നിന്ന് അള്ളാഹു ഈമാനിന്റെ നൂർ എടുത്തു കളയുന്നതാണ്. ഒരു തവണ ചിരിച്ചതിന്റെ പേരിൽ മുഖം കരിഞ്ഞുപോയി സ്വപ്നത്തിൽ കണ്ട മഹാന്മാരില്ലേ? മൻ ആന, ആരെങ്കിലും വിദഅത്തുകാരനെ സഹായിച്ചാൽ ഫഖദ് ആന അലാ ഹദമിൽ ഇസ്ലാം, അവൻ ദീനിനെ പൊളിക്കാനാണ് സഹായിച്ചതെന്ന് ഹദീസിൽ ഉള്ളതല്ലേ? ബോധ്യപ്പെടുത്തണം എൻ്റെ മോള്, ബോധ്യപ്പെടുത്തണം. ഈ മകൾക്കാണെങ്കിൽ ഭർത്താവിനോട് പിടുത്തം വിട്ട സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. ഈമാനിൻ്റെതെന്നല്ല, ഒരു ഭാര്യ ഭർത്താവിനോട് കാണിക്കുന്ന ഒരു സ്നേഹമില്ലേ, ഒരിക്കലും ഒഴിവാക്കാനാവാത്ത സ്നേഹം. പക്ഷേ ആ മകൾ അല്ലാഹുവിന് വേണ്ടി റസൂലുള്ളാഹിക്ക് വേണ്ടി ഉപദേശിച്ചിട്ട് ഇയാള് പിന്തിരിയാത്തത് കൊണ്ട്, വിദേഹത്തിൽ ഉറച്ചു നിന്നത് കൊണ്ട് മകള് ഭർത്താവിനെ വേണ്ടെന്ന് വെച്ചു. ഭീഷണി വന്നു, കുട്ടിയെ തരൂല. എന്നാലും കുഴപ്പമില്ല, റസൂലുള്ളാഹിന്റെ തൃപ്തിയല്ലേ വലുത്, അള്ളാഹിന്റെ തൃപ്തിയല്ലേ വലുത്. മകള് വീട്ടിലേക്ക് ചെന്നു. അയാളാണെങ്കിൽ ത്വലാഖ് ചൊല്ലുന്നുമില്ല. വീട്ടിലേക്ക് എത്തി മകൾ. നോക്കണം, നമ്മുടെ മുൻഗാമികൾ നമുക്ക് കേരളീയ ഉമ്മത്തിന് പകർന്നു തന്ന ദീനേതാണ്. അവസാനം ഫസ്ഖിന്റെ മസ്അലയുടെ സംവിധാനങ്ങളെല്ലാം സംവിധാനിച്ച് അതനുസരിച്ച് അവർ തമ്മിൽ വേർപെട്ടു. മകൻ വലുതായി, 10 വയസ്സായി പ്രായം ഏകദേശം. പിന്നെ ഈ അമാനത്തുള്ള കോയണ്ണി മുസ്ലിയാരുടെ മകൾ കല്യാണം കഴിക്കുന്നത് പിന്നീട് തെരുവണ അബ്ദുള്ള ഉസ്താദിനെയാണ്. അവരെല്ലാം വഫാത്തായിപ്പോയി. അവരെല്ലാം ബർക്കത്തോട്ട് നമ്മൾ നന്നാക്കണേ റഹ്മാനെ. നേരത്തെ ഉണ്ടായ ഭർത്താവ്, വിദഗ്ധകാരനായ ഭർത്താവിലൂടെ ഉണ്ടായ കുട്ടി വലുതായി. ആദ്യത്തെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചെങ്കിലും ഒന്നാമത്തെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള സ്നേഹമല്ലാത്ത സ്നേഹമാണ്. വലിയ പണക്കാരനാണ്. ആ പണക്കാരന് മനസ്സിലായി തൻ്റെ നേരത്തെയുള്ള ഭാര്യ കെട്ടിയത് ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കഴിയുന്ന പാപ്പറായ തെരുവണയിലെ ഒരു മൗലാനെയാണ് കെട്ടിയതെന്ന് മനസ്സിലായതുകൊണ്ട് അയാള് മനുഷ്യത്വം കാണിച്ച് വലിയ പണവും സമ്മാനവും ഹദിയകളുമെല്ലാം ഈ മകന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ആരോ പറഞ്ഞു, നിങ്ങളുടെ ഒരു മകൻ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്, കുറെ പണവും കുറെ ഹദിയകളും എല്ലാം ഉണ്ട്. അമാനത്തുള്ള കോയണ്ണി ഉസ്താദിന്റെ പൊന്നുമോള് പറഞ്ഞ വാക്ക്, നിന്റെ മുഖത്തും നിന്റെ ഹൃദയത്തിലും വിദഅത്തിന്റെ ശർറുണ്ട്. അതുകൊണ്ട് നിന്നെ കാണാനോ, നിന്റെ ഉപ്പ എന്റെ നേരത്തെ ഉള്ള ഭർത്താവ് കൊടുത്തയച്ച ഹദിയ വാങ്ങാനോ അമാനത്തുള്ള കോയണ്ണി ഉസ്താദിന്റെ മോളെ കിട്ടൂല. നൊന്ത് പ്രസവിച്ച മോന്റെ മുഖത്ത് നോക്കാത്ത പൊന്നുമ്മ. ആദർശബോധം അത് നഷ്ടപ്പെട്ടു പോകരുത് മോമിനീങ്ങളെ. മക്കളെ, കുടുംബത്തെ പഠിപ്പിക്കുമ്പോ ഏത് സ്കൂളിലാണ്, ഏത് കോളേജിലാണ്, എവിടെയാണ് പഠിപ്പിക്കുന്നതെന്നും അവൻ ഏത് കൂട്ടുബന്ധത്തിലാണ് കൂടുന്നതെന്നും നല്ല ശ്രദ്ധയുണ്ടാവണം. മക്കൾക്ക്, ഭാര്യമാർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോ മദീനയിൽ നിന്നുള്ള ഒരു ഉൾവിളി നമുക്കുണ്ടാവണം. അത് മഹബത്താണ്. അതാണ് മഹബത്ത് എന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ ജീവിതചര്യ നമ്മളിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തെ ചിട്ടപ്പെടുത്തി യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമുക്ക് പെടാനാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.